അത് കാണണ്ടേ, അതുണ്ടായിരുന്നില്ല. സ്ട്രീറ്റ് ലൈറ്റും ഉണ്ടായിരുന്നില്ല. പിന്നെ സാറുമാർ പോലീസുകാർ ചെക്കിങ്ങിന് നിൽക്കുന്നുണ്ടെങ്കിലും അവർ സെൻറ്ററിൽ ഉണ്ടായിരുന്നില്ല, സൈഡിൽ ഉണ്ടായിരുന്നത്. പോലീസുകാർ സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവൻ കണ്ടില്ല. പെട്ടെന്ന് വരുമ്പോൾ ഇരുട്ടും രാത്രി 9 മണിക്കാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് 9 മണിക്കാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് കിട്ടിയതിന് ശേഷം അവൻ അടിച്ച് വീഴുകയാണ് ഉണ്ടായത്. വടം നേരെ കഴുത്തിൽ വന്നിട്ട് അടിച്ച് തെറിച്ച് വീണു. കുറുകയാണ് വടം കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ വന്നത് റോഡ് കാലിയായതുകൊണ്ട് സ്പീഡ് ഉണ്ടായിരുന്നു, നോർമലി സ്പീഡ് ഉണ്ടായിരുന്നു. നേരെ വന്നിട്ട് കഴുത്തിലാണ് കൊണ്ടതിന് ശേഷം അവൻ ബാക്കോട്ടേക്ക് തെറിച്ച് വീണ് വണ്ടി ഫ്രണ്ടിലേക്ക് കുറച്ചുകൂടി വന്നിട്ട് വണ്ടി അവിടെ സൈഡിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഉണ്ടായത്. പോലീസുകാരുണ്ടായിരുന്നു, പിന്നെ 1-2 പേര് വേറെ ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ വരുമ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ള അറിവാണ് നമുക്കുള്ളത്. ഒരു പരാതി ഉണ്ടോ ഇതിൽ? കാരണം പോലീസ് നമ്മൾ ഇപ്പോൾ എൻ്റെ ബ്രദറിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല, അവന് ലൈസൻസ് ഇല്ല. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു രാത്രിയിൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വടം കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ വടം കാണുന്ന രീതിയിൽ എന്തെങ്കിലും അന്ന് അവിടെ വെച്ചിരുന്നെങ്കിൽ മേ ബി എനിക്ക് തോന്നുന്നു എൻ്റെ ബ്രദർ ഇന്നും ജീവനോട് ഉണ്ടാകുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിബൺ ആവട്ടെ. പക്ഷെ അതിന് ശേഷം എൻ്റെ ബ്രദറിന് ഈ ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം അതിൽ റിബൺ വന്നായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു 1/2 hour ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്ന വടം അഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ നോക്കിയിപ്പില്ല. പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഇന്നലെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇന്നലെ രാത്രി മുഴുവനും വെളുപ്പിനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സംഭവം നടക്കുന്ന സമയത്തും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാകാൻ വഴിയില്ല. പിന്നെ ഞാനിവിടെ സാറന്മാർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ ഉണ്ടായെന്നുള്ളത് നമുക്ക് കാണണം. പോലീസിന്റെ ഭാഗത്തൊരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇക്കാര്യത്തിൽ എന്നാണ്. അനാസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ മേ ബി ഞാനിത് അറിയുന്ന സമയത്ത് ഞാൻ കാക്കനാടായിരുന്നു, ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാനവിടെ വന്നപ്പോഴേക്കും ഞങ്ങളിവിടെ ഈ ഭാഗം എത്തുമ്പോൾ തന്നെ സൗത്ത് തൊട്ടിട്ട് നമുക്ക് എല്ലായിടവും അടച്ചിട്ടുണ്ട്. എല്ലായിടവും ഈ വടം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കൈ കാണിച്ചിരുന്നു, പക്ഷെ അവർ സെൻറ്ററിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. ഞാനിത് നേരിട്ട് കണ്ടിട്ടില്ല, എൻ്റെ ഫ്രണ്ട്സ് ആവട്ടെ ഫാമിലി ആവട്ടെ കണ്ടിട്ടില്ല. വന്ന നാട്ടുകാരാണെങ്കിലും പറഞ്ഞ അറിവ് ഓൾറെഡി ഇവിടെ ഈ ഒരു കേസ് ഇങ്ങനെ ഒരു ഇഷ്യൂ ആയതുകൊണ്ട് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഓരോരുത്തരും ഞങ്ങളിപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററൊക്കെ പോകുമ്പോൾ അവിടുത്തെ ചേട്ടന്മാരൊക്കെ പറഞ്ഞത് റോട്ടിലാരും ഉണ്ടായിരുന്നില്ല, മീൻസ് അതിലടിച്ചിട്ടാണ് വീണതെന്ന് അപ്പോഴാണ് ഞങ്ങൾ അറിയണത്. മീൻസ് എവിടെയാണ് ഫ്രാക്ചർ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയപ്പോൾ കഴുത്തിനാണെന്നുള്ളത് ഡോക്ടർ വന്ന് പറയുമ്പോഴാണ്, താഴെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞാറ് കാഷ്വാലിറ്റി, അപ്പോഴാണ് അറിയുന്നത്.